നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. യുധിഷ്ഠിരനെ ഉപാധിയാക്കിക്കൊണ്ട് എക്കാലത്തും ഈ ലോകത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നൽകിയതായ ഉപദേശം അതാണ് ശാന്തിപർവത്തിലും അനുശാസന പർവത്തിലുമായിട്ട് നാം കാണുന്നത്. വളരെ വിസ്തൃതമായ പർവങ്ങളാണത്. ധർമ്മത്തിൻ്റെ എല്ലാ തത്വതലങ്ങളും നമുക്ക് അവിടെ നേരിട്ട് കാണാനാകും. അങ്ങനെയാണ് യുധിഷ്ഠിരന്റെ മനസ്സ് ഒരുവിധം ശാന്തമായതും അദ്ദേഹം രാജ്യം കയ്യേൽക്കുന്നതും ഒക്കെ. ഈ ദുഃഖങ്ങൾക്കെല്ലാം കാരണം, ഇപ്പോഴും യുധിഷ്ഠിരനെ വേദനിപ്പിക്കുന്ന ദുഃഖങ്ങൾക്കെല്ലാം കാരണം ധൃതരാഷ്ട്രനാണ്. അദ്ദേഹം ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ മുഴുവൻ കാരണം അദ്ദേഹമാണ്. ബാല്യം മുതൽ പാണ്ഡവന്മാരെ അനുഭവിച്ചു പോന്ന സകല ദുഃഖങ്ങൾക്കും കാരണവും അദ്ദേഹം തന്നെ. ഇതെല്ലാം പൂർണ്ണമായും തടയുവാനുള്ള അധികാരം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും അത് അദ്ദേഹം ഉപയോഗിച്ചില്ല. പകരം ആ വിപത്തുകളെ വർദ്ധിപ്പിക്കുക മാത്രമാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ആ വ്യക്തിത്വം ദുര്യോധനേക്കാളും അപകടകാരിയാണ്, കർണനേക്കാളും അപകടകാരിയാണ്. അവരെ രണ്ടുപേരെയും കാളും ശകുനിയേക്കാളും വെറുക്കപ്പെടേണ്ടയാളാണ്. ആ സ്ഥാനത്താണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തെ ആ ഹസ്തിനാപുരത്ത് നിന്നിട്ട് ആട്ടിയോടിച്ചില്ല. വേറൊരു സന്ദർഭത്തിൽ വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഈ അവസ്ഥയിൽ നിൽക്കുന്ന ആ ധൃതരാഷ്ട്രനെ ഹസ്തിനാപുരത്ത് നിന്ന് ആട്ടിയോടിക്കും. ഒരുപക്ഷെ ജീവനോടെ പോകാൻ പോലും അനുവദിക്കില്ല. പക്ഷെ അതല്ല ഉണ്ടായത്. വലിയച്ഛൻ എന്നുള്ള നിലയിൽ സർവവിധ ആദരവോടും കൂടി അദ്ദേഹത്തെ ആ ഹസ്തിനാപുരത്തിൽ തനിക്ക് ഗുരുവായി, തനിക്ക് ഈശ്വരനായി, തനിക്ക് ആരാധ്യദേവതയായി പ്രതിഷ്ഠിച്ച് സംരക്ഷിച്ച് ആദരിച്ച് യുധിഷ്ഠിരൻ പൂജിക്കുകയായിരുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ യുദ്ധം ജയിച്ച യുധിഷ്ഠിരനും മറ്റ് പാണ്ഡവന്മാരും എങ്ങനെയാണ് ധൃതരാഷ്ട്രനോട് പെരുമാറിയത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. സാധാരണ മനുഷ്യ മനസ്സിൽ തെല്ലുപോലും മാർദ്ദവം ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവില്ല. ശത്രുസംഹാരമായിരിക്കും അവിടെ നടക്കുക. അതുകൊണ്ട് ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ആ ചോദ്യമാണ്, പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ ജനമേജയൻ ചോദിക്കുന്നത്. പ്രാപ്യരാജ്യം മഹാപ്രജ്ഞ പാണ്ഡവാമേ പിതാമഹ. എൻ്റെ പിതാമഹന്മാരായ എൻ്റെ അച്ഛൻ്റെയും അച്ഛൻ ആയിരിക്കുന്ന അച്ഛൻ്റെയും അച്ഛൻ്റെയും അച്ഛനാണ് അവരെല്ലാം, ആ പാണ്ഡവന്മാർ. അവര് വളരെയേറെ വിപത്തുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ കെടുതികൾ, യുദ്ധത്തിൽ എന്ത് സംഭവിക്കുന്ന ആർക്ക് നേരത്തെ പറയാനാവില്ല, അതിനെല്ലാം കരുത്തുകൊണ്ട് അഭിമുഖീകരിച്ചുകൊണ്ടതാണ് ആ മഹാത്മാക്കൾ രാജ്യം നേടിയെടുത്തത്. അങ്ങനെയുള്ള എൻ്റെ കാരണവന്മാര്, ആ പിതാമഹന്മാര് കഥമാസൻ മഹാരാജ്ഞി ധൃതരാഷ്ട്രേ മഹാത്മനി. ആ ധൃതരാഷ്ട്രനോട് എങ്ങനെയാണ് പെരുമാറിയത്? ധൃതരാഷ്ട്രനോടുള്ള അവരുടെ സമീപനം ഏതു പ്രകാരത്തിലായിരുന്നു? സാധാരണ ഈ ലോകത്ത് കണ്ടുവരുന്ന പ്രകാരത്തിലുള്ള
വിദ്വേഷത്തിന്റെ സമീപനമായിരുന്നോ, അതോ തികഞ്ഞ അവജ്ഞയുടെ സമീപനമായിരുന്നു, നിരാസത്തിന്റെ സമീപനമായിരുന്നു, അതോ ആദരത്തിന്റെ സമീപനമായിരുന്നു? എന്താണ് എൻ്റെ പിതാമഹന്മാർ അദ്ദേഹത്തോട് പ്രവർത്തിച്ചത് എന്ന് ജനമേജയൻ വൈശമ്പായനോട് ചോദിക്കുകയാണ്. ആ ധൃതരാഷ്ട്രന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതും ജനമേജയൻ പറയുന്നുണ്ട്. സതുരാജ ഹതാമാത്യോ ഹതപുത്രോ നിരാശ്രയ. ആ രാജാവ് ധൃതരാഷ്ട്രൻ, അദ്ദേഹത്തിന്റെ മന്ത്രിമാർ എല്ലാം കൊല്ലപ്പെട്ടു, നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള അവസ്ഥയിലാണ്. മന്ത്രിമാരാണ് രാജഭരണത്തിൻ്റെതായ വിവിധ വിഷയങ്ങളിൽ വേണ്ടുന്നതായ ഉപദേശം നൽകേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഹതപുത്ര, പുത്രന്മാരാണെങ്കിൽ അവരും കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരുണ്ട് ആശ്രയം അദ്ദേഹത്തിന്? നിരാശ്രയ, അദ്ദേഹത്തിന് ആരും ആശ്രയമില്ല. അദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥയാണെങ്കിലോ അന്ധനാണ്. മറ്റൊരാളുടെ സഹായം കൂടാതെ കണ്ട് അദ്ദേഹത്തിന് ജീവിക്കാനാവില്ല. അങ്ങനെയുള്ള എല്ലാ പ്രകാരത്തിലും നിരാശ്രയനായിരിക്കുന്ന ആ രാജാവ് കഥമാസീത് ഹതൈശ്വര്യോ, ഐശ്വര്യമെല്ലാം നശിച്ചുപോയ ആ രാജാവ്, സകല ഐശ്വര്യവും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഇനി ആ ഹസ്തിനാപുരത്തിൽ യാതൊരു അവകാശവും അദ്ദേഹത്തിനില്ല. അങ്ങനെയുള്ള ആ രാജാവ് ധൃതരാഷ്ട്രൻ എങ്ങനെയാണ് അവിടെ വാണത്, അതേപോലെ തന്നെ യശസ്വിനിയായ ഗാന്ധാരിയും എങ്ങനെ അവിടെ വസിച്ചു? അവരോടെൻ്റെ പിതാമഹന്മാരുടെ പെരുമാറ്റം ഏതു പ്രകാരത്തിലായിരുന്നു? ഇത് ജനമേജയൻ വൈശമ്പായനോട് ചോദിക്കുന്നതായ ചോദ്യം. വൈശമ്പായൻ അതിന് വളരെ വിസ്തൃതമായ മറുപടിയാണ് നൽകുന്നത്. വൈശമ്പായനന്റെ ആ മറുപടി വാക്യത്തിൽ ഈ പാണ്ഡവന്മാരുടെ മാർദ്ദവം എന്നുള്ളതായ ആ ദൈവീ സമ്പത്ത് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയും. ഇത്ര കണ്ട് വളരെയേറെ ഭയങ്കരമായിരിക്കുന്ന ഒരു സാഹചര്യം, മനുഷ്യ മനസ്സിനെ ഏതു പ്രകാരത്തിലും രാക്ഷസീയമായി തീർക്കുന്ന സാഹചര്യം ചിത്രീകരിച്ചിട്ട് അതിന്റെ നടുവിലും മൃദുലതയെ, ദൈവീ സമ്പത്തിനെ നിലനിർത്തുന്ന ആ ഉദാത്തമായ പ്രകൃതം, അതിനെ വ്യാസൻ വളരെ ഭംഗിയായിട്ട് നാടകീയമായിട്ട് വരച്ചു കാണിക്കുകയാണ്. വൈശമ്പായന ഉവാച, വൈശമ്പായൻ പറഞ്ഞു, പ്രാപ്യരാജ്യം മഹാത്മാനഃ പാണ്ഡവാഹതശത്രവഃ ധൃതരാഷ്ട്രം പുരസ്കൃത്യ പൃഥിവീം പര്യപാലയൻ. ശത്രുക്കളെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി പാണ്ഡവന്മാർക്ക് ശത്രുക്കളായിട്ട് ആരും തന്നെയില്ല. അങ്ങനെയുള്ള പാണ്ഡവന്മാര്, മഹാത്മാക്കളായ പാണ്ഡവന്മാര്, അവര് എങ്ങനെ രാജ്യം പരിപാലിച്ചു എന്ന ആദ്യത്തെ ഒരു ശ്ലോകം കൊണ്ട് തന്നെ വൈശമ്പായൻ പറഞ്ഞു കേൾപ്പിക്കാണ്. ധൃതരാഷ്ട്രം പുരസ്കൃത്യ, ധൃതരാഷ്ട്രനെ മുൻനിർത്തിക്കൊണ്ട് പൃഥിവീം പര്യപാലയൻ, ഭൂമിയെ അവർ പരിപാലിച്ചു. ഭൂമിയെ രക്ഷിക്കുന്ന അവസരത്തില് ധൃതരാഷ്ട്രനെ മുൻനിർത്തിയാണ് അവർ ചെയ്തത്. ധൃതരാഷ്ട്രനെ ശത്രുവായി കണ്ടില്ല. യഥാർത്ഥത്തിൽ ശത്രുവാണ്, പക്ഷെ ശത്രുവായി കണ്ടില്ല. ധൃതരാഷ്ട്രനെ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞില്ല. പകരം ആദരവോടുകൂടിയിട്ട് അദ്ദേഹത്തെ മുൻനിർത്തി. എല്ലാം അദ്ദേഹത്തിൻ്റെതാണ് ഈ സാമ്രാജ്യം എന്നുള്ളതായ ഉറച്ച തീരുമാനത്തോടുകൂടിയിട്ട് സകല കാര്യങ്ങളും അദ്ദേഹത്തിൽ സമർപ്പിച്ച് അവർ ചെയ്തു. ഈ ലോകത്തിലുള്ള മറ്റ് ജനങ്ങൾ കാണുമ്പോൾ, നാട്ടുകാർ കാണുമ്പോഴേക്കും ആരുടെ ആജ്ഞയാണ് രാജ്യം ഭരിക്കുന്നത്? ധൃതരാഷ്ട്രന്റെ ആജ്ഞയാണ് രാജ്യം ഭരിക്കുന്നത്. യുധിഷ്ഠിരനാണ് രാജ്യകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം വലിയച്ഛനോട്
ചോദിച്ച് അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ രാജ്യം വാഴുന്നത് ആദരണീയനായിരിക്കുന്ന, പാണ്ഡവർക്ക് ആദരണീയനായിരിക്കുന്ന ധൃതരാഷ്ട്രനാണ് എന്ന് കാണപ്പെടുന്നു. ഇതാണ് മനസ്സിൻ്റെ മാർദ്ദവത്തിൻ്റെ പരാകാഷ്ഠ. ഇതിലപ്പുറം മാർദ്ദവം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? ഇതിനേക്കാളും വളരെ സങ്കീർണമായ ഒരു സന്ദർഭം ഈ ലോകത്തിൽ ഏത് കഥയിലാണ് എഴുത്തുകാരന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നാം ഓർക്കണം. ആ അവസരത്തിൽ വിതുരാദികൾ എന്ത് ചെയ്തു? ധൃതരാഷ്ട്രം ഉപാതിഷ്ഠത് വിതുരസഞ്ജയസ്തഥ. അവിടെ ധൃതരാഷ്ട്രന്റെ ഇളയ അനുജനായിരിക്കുന്ന വിതുരനുണ്ട്. മഹാജ്ഞാനിയാണ്. ധൃതരാഷ്ട്രന്റെ മന്ത്രിയായിരുന്നു. ധൃതരാഷ്ട്രൻ നേരത്തെ രാജ്യം ഭരിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിലെല്ലാം. പക്ഷെ ഇപ്പോഴും ധൃതരാഷ്ട്രന്റെ പദവിക്ക് യാതൊരു കുറവും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വിതുരന്റെ പദവിക്കും കുറവില്ല. അതേപോലെ തന്നെ ധൃതരാഷ്ട്രന്റെ അടുത്ത സഹായിയാണ് സഞ്ജയൻ. അങ്ങനെ അവർ രണ്ടുപേരും ധൃതരാഷ്ട്രന് ഏറ്റവും വിശ്വസ്തരാണ്. അവർ രണ്ടുപേരും എന്നും ധൃതരാഷ്ട്രരെ സേവിക്കാൻ വേണ്ടിയിട്ട് കൂടെയുണ്ട്. അവർക്കും ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പണ്ടുണ്ടായിരുന്നതായ അതേ പ്രാമാണികത്വം പാണ്ഡവന്മാർ ഇപ്പോഴും സമർപ്പിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും നല്ല ആളുകളാണ്. പണ്ടും പാണ്ഡവന്മാർക്ക് ഏറെ ആദരവുണ്ടായിരുന്ന ആളുകളാണ്. ഈ കോലാഹലങ്ങൾക്ക് നടുവിലും പാണ്ഡവന്മാർക്ക് അവർ രണ്ടുപേരും ആദരണീയരാണ്. ഇപ്പോഴും ആ ആദരവിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. അധികാരം കയ്യിൽ വരുമ്പോഴേക്കും പലരും പഴയകാലങ്ങൾ മറന്നുപോകും. ലോകചരിത്രം മറിച്ച് നോക്കുമ്പോഴേക്കും നമ്മൾ സാധാരണ കാണുന്നതാണിത്. നമുക്ക് ചുറ്റും അത് നിരന്തരം കാണുകയും ചെയ്യാം. എന്നാൽ പാണ്ഡവന്മാർ അങ്ങനെയായിരുന്നില്ല. അന്നൊക്കെ അധികാരമില്ലാതിരുന്ന അവസരത്തിലും സഹായിയായിട്ട് രക്ഷിക്കാൻ വേണ്ടുന്ന പ്രകാരത്തിൽ കൂടെ നിന്ന, ഇളയച്ഛൻ എന്നുള്ള നിലയിൽ കൂടെ നിന്ന, ധാർമ്മികൻ എന്നുള്ള നിലയിൽ കൂടെ നിന്ന വിതുരനോട് പരമാദരം. ധൃതരാഷ്ട്രന്റെ വാക്കുകൾ പൂർണ്ണമായും അനുസരിക്കുന്ന ആളെന്നിരിക്കലും നല്ലയാളാണ് സഞ്ജയനും. അതുകൊണ്ടും കുറവില്ല. പിന്നെയോ വൈശ്യപുത്രശ്ച മേധാവി യുയുത്സു കുരുസത്തമ. കുരുസത്തമ എന്ന ജനമേജയനെ വൈശമ്പായൻ സംബോധന ചെയ്യുന്നതാണ്. അല്ലയോ ഗുരുശ്രേഷ്ഠ, ധൃതരാഷ്ട്രർക്ക് ഒരു ദാസിയിൽ പിറന്നവനായ യുയുത്സു എന്നു പേരായ പുത്രൻ, ഏറ്റവും ഇളയ പുത്രൻ, അയാളും ആ കൊട്ടാരത്തിൽ ധൃതരാഷ്ട്രരെ സേവിക്കാനായിട്ട് പാണ്ഡവരോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് യുയുത്സു പാണ്ഡവപക്ഷത്ത് ചേർന്നു. രണ്ട് സൈന്യവും അഭിമുഖമായിട്ട് കുരുക്ഷേത്രത്തിലെ അണിനിരന്ന് നിൽക്കുമ്പോഴേക്കും ഗുരുക്കന്മാരെ വന്ദിക്കാനായിട്ട് യുധിഷ്ഠിരൻ ഭീഷ്മാദികളുടെ സമീപത്ത് പോകുന്നതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. അവരെ വന്ദിച്ച് അനുഗ്രഹം നേടി തിരിച്ചു വരുന്ന വഴിക്ക് രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൗരവ സൈന്യത്തെ നോക്കി അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, കൗരവപ്പടയിൽ നിന്നിട്ട് ഞങ്ങളുടെ പക്ഷത്തേക്ക് വരാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാം, പൂർണ്ണ സ്വാഗതം. ആ അവസരത്തിൽ ധൃതരാഷ്ട്രന്റെ ഇളയ മകനായ യുയുത്സു കൗരവ സൈന്യത്തിൽ നിന്നിട്ട് നേരെ നടന്ന് യുധിഷ്ഠിരന്റെ സമീപത്തേക്കെത്തി. അപ്പോൾ കൗരവപ്പടയിലുള്ളവരെല്ലാം കൂക്കി വിളിച്ചു. അവർക്ക് അവരുടെ കണ്ണില് യുയുത്സു ആക്ഷേപാർഹനായി തീർന്നിരുന്നു. അപ്പോൾ അന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു, ധൃതരാഷ്ട്രന്റെ പിണ്ഡം നിന്നെ ആശ്രയിച്ച് നിലനിൽക്കും എന്ന്. യുയുത്സു യുദ്ധം കഴിഞ്ഞും ജീവിച്ചു. ഇതാ യുയുത്സു കൊട്ടാരത്തിലുണ്ട് ധൃതരാഷ്ട്രനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്. പാണ്ഡവ സർവകാര്യാണി സംപൃച്ഛന്തി സ്മ സംനൃപം. പാണ്ഡവന്മാര് നാട്ടിലെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടതായിട്ട് മുന്നിൽ വന്നു ചേരുമ്പോഴേക്കും
അവരതിനെക്കുറിച്ച് പര്യാലോചിക്കും. പര്യാലോചിച്ചതിന് ശേഷം വലിയച്ഛനായിരിക്കുന്ന ധൃതരാഷ്ട്രനോട് ചോദിക്കും. അദ്ദേഹം അറിയാതെ ഒന്നും ചെയ്യാറില്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടാതെ കണ്ടൊന്നും ചെയ്യാറില്ല. അദ്ദേഹത്തോട് ചോദിക്കും. എന്നിട്ട് ചക്രു തേനാഭ്യനുജ്ഞാത, അദ്ദേഹം സന്തോഷിച്ച് അങ്ങനെ ചെയ്താൽ മതി എന്ന് ആജ്ഞ കൊടുക്കുമ്പോഴാണ് അവര് വിവിധങ്ങളായിട്ടുള്ള തീരുമാനങ്ങളെ നടപ്പിലാക്കുക. ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി, വർഷങ്ങൾ കഴിഞ്ഞുപോയി. എത്ര വർഷം? വർഷാണി ദശ പഞ്ചച, 10ഉം 5ഉം വർഷങ്ങൾ. ഇത്രയേറെ ശാന്തമായി വലിയച്ഛനെയും വലിയമ്മയും ആദരിച്ചുകൊണ്ട് സർവകാര്യങ്ങളിലും അവരെ മുൻനിർത്തി പാണ്ഡവന്മാര് അവിടെ സസന്തോഷം ജീവിച്ചു. എല്ലാവരും ദുഃഖിതരാണ്, എല്ലാവർക്കും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എങ്കിലും ഈ മൃദുലമായിട്ടുള്ള സമീപനം ആ ദുഃഖത്തിനെല്ലാം വലിയൊരു ഉപശാന്തിയായിട്ട് ആ കൊട്ടാരത്തിനകത്ത് നിറഞ്ഞു നിന്നു.